എന്ന ചാപ്റ്ററിലെ കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും കൂടി കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അതേപോലെ റോ വൈസിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന കാര്യം, വവൽസുകളും കൺസണൻസുകളും ഒരുമിച്ചെടുത്തിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് if the number of permutations of n objects taken are at a time without repetition is 720. NPR എന്ന് പറയുന്ന കാര്യമാണ് തന്നിരിക്കുന്നത്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 720 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ n ഒബ്ജക്റ്റിൽ നിന്നും ഒരേ സമയം r ഒബ്ജക്റ്റ് എടുത്തിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത് NCR ആണെന്ന് നമുക്കറിയാം. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 120 ആണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ. അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് NPR equal to R factorial into NCR. ഇതാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള കണക്ഷൻ. ഇതിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റകൾ തന്നിട്ടുണ്ട്? NPR എന്ന് പറയുന്നത് 720 ഈക്വൽ ടു R ഫാക്ടോറിയൽ ഇൻറ്റു NCR എന്ന് പറയുന്നത് 120. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? R ഫാക്ടോറിയൽ എന്ന് പറയുന്ന ആശയം കണ്ടെത്താം. അതായത് R ഫാക്ടോറിയൽ ഈക്വൽ ടു 720 by 120 which is equal to 6. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് R ഫാക്ടോറിയൽ ഈക്വൽ ടു 6. R ഫാക്ടോറിയൽ 6 ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 ആണെന്നറിയാം, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3. എത്രയാണ് ആൻസർ വരിക? 6 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 6 എന്ന് പറയുന്നതിനെ എങ്ങനെ വിചാരിക്കാം? 3 ഫാക്ടോറിയൽ. അപ്പോൾ R ഫാക്ടോറിയൽ ഈക്വൽ ടു 3 ഫാക്ടോറിയൽ. അപ്പോൾ ആറിന്റെ വാല്യൂ എന്തായിരിക്കണം? 3 ആയിരിക്കണം. നമ്മുടെ അടുത്ത ചോദ്യത്തിൽ എന്താണ് കണ്ടെത്താനുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. 5 പെൺകുട്ടികളും 3 ആൺകുട്ടികളെയും നമ്മൾ ഒരു വരിയായിട്ട് അറേഞ്ച് ചെയ്യാണ്. ആ വരിയായിട്ട് നമ്മൾ ക്രമീകരിക്കുമ്പോൾ 2 ആൺകുട്ടികൾ അടുത്തടുത്ത് വരാത്ത എത്ര അറേഞ്ച്മെന്റ്സുകൾ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും? ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ മീനിങ് വരുന്നത്. ഇനി നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യം, 5 പെൺകുട്ടികളുണ്ട്. 5 പെൺകുട്ടികളെ ആദ്യത്തെ ആളെ G1, അടുത്തത് G2, G3, G4 ആൻഡ് G5. ഈ 5 പെൺകുട്ടികളെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ ബേസിൽ എന്ത് ചെയ്യാം? നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ പെൺകുട്ടികളുടെ മാത്രം അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ഫാക്ടോറിയൽ ആണ്. ഇനി നമ്മൾക്ക് ആലോചിക്കേണ്ട കാര്യം എന്താ? നമ്മൾ റോ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുമ്പോൾ 2 ആൺകുട്ടികൾ അടുത്തടുത്ത് വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് എത്ര രീതിയിൽ പൊസിഷൻസുകൾ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കാം. ഒരു ആൺകുട്ടീനെ നമുക്ക് ഇവിടെ ഇരുത്താം, മറ്റൊരു ആൺകുട്ടി ഇവിടെ ഇരുത്താം. അപ്പോൾ നമ്മളിവിടെ ഇൻഡു മാർക്ക് ഉപയോഗിക്കുന്നതെല്ലാം എന്താണ്? ആൺകുട്ടികളെ ഇരുത്താൻ പറ്റുന്ന പൊസിഷൻസുകളാണ്. ഈ പൊസിഷൻസുകളിൽ ഇരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും 2 ആൺകുട്ടികൾ എന്ത് വരില്ല? അടുത്തടുത്ത് വരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ശരിക്കും 6 പൊസിഷൻസുകളുണ്ട്. അതിൽ നമ്മൾക്ക് ശരിക്കും ഒരേ സമയം ഫില്ല് ചെയ്യാൻ ആകെ 3 ബോയ്സ് ഉള്ളൂ. അതെത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 6P3 വേസിൽ എന്ത് ചെയ്യാം? അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് ആലോചിക്കുന്ന സമയത്ത് 5 ഗേൾസിനെയും 3 ബോയ്സിനെയും ഒരു റോ ആയി അറേഞ്ച് ചെയ്യുമ്പോൾ 2 ബോയ്സുകൾ അടുത്തടുത്ത് വരാത്ത അറേഞ്ച്മെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ഇൻറ്റു 6P3 14,400. അടുത്ത ചോദ്യത്തിൽ എന്താണ് നമുക്ക് കണ്ടെത്താനുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. If the letters of the word equation are arranged, ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു വേർഡിലെ ലെറ്ററുകളെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. Find the number of arrangements in which no 2 consonants occur together. ആ വേർഡിലെ ലെറ്ററുകളുണ്ട്. ആ ലെറ്ററുകളിൽ വവൽസും ഉണ്ട്, കൺസണൻസും ഉണ്ട്.
അതിലെ രണ്ട് കൺസോണൻസുകൾ അടുത്തടുത്ത് വരാത്ത എത്ര അറേഞ്ച്മെന്റുകൾ നമുക്ക് നടത്താം എന്നുള്ളതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ആ വേർഡ് ഒബ്സർവ് ചെയ്യാം, എത്ര വവ്വൽ ഉണ്ട്, അതേപോലെ തന്നെ എത്ര കൺസോണൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതിലെ വവ്വൽസ് എന്ന് പറയുന്നതിന്റെ എണ്ണം എത്രയാണ് വരുന്നത്? എ ഇ ഐ ഒ യു ആണ് വവ്വൽസ് ആയിട്ട് വരിക. ഇവിടെ ഇങ്ങനെ ഇ ഉണ്ട്, ഇവിടെ ഇങ്ങനെ എ എന്ന് പറയുന്ന കാര്യമുണ്ട്, ഇവിടെ യു ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. അതായത് വവ്വൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ആകെ 5 വവ്വൽസ് ആണുള്ളത്. 5 വവ്വലും ഇതിൽ വന്നിട്ടുണ്ട്. കൺസോണൻസ് എന്ന് പറയുന്നത് എത്ര കൺസോണൻസ് വരുന്നുണ്ട്? ആകെ അതിൽ 8 ലെറ്റർ ആണുള്ളത്. അതിൽ 5 വവ്വല. അപ്പൊ ബാക്കി നിൽക്കുന്ന 3 എന്തായിരിക്കും? കൺസോണൻസ് ആയിരിക്കും. അപ്പൊ കൺസോണൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആയിരിക്കും. 5 വവ്വൽസുകളെ എത്ര രീതിയിൽ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം? 5 വവ്വൽസുകളെ 5 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പെർമ്യൂട്ട് ചെയ്യാം. അപ്പോൾ 5 വവ്വൽസുകളെ ഞാൻ ആദ്യം ഫിക്സ് ചെയ്യാണ്. 5 വവ്വൽസുകൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇ വരും, എ വരും, ഐ വരും, ഒ വരും, യു വരും. 5 വവ്വൽസുകളെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. 5 ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യേണ്ടത് എന്താ? 2 കൺസോണൻസുകൾ അടുത്ത് വരാത്ത അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൺസോണൻസുകളെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസുകളുടെ എണ്ണം എന്ന് നോക്കുക. നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഇൻഡു മാർക്ക് ഇടുന്ന ഭാഗങ്ങളിലെല്ലാം എന്ത് ചെയ്യാം? കൺസോണൻസുകളെ വെക്കാം. അപ്പൊ എത്ര പൊസിഷൻസുകൾ ഉണ്ട് അവിടെ? 6 പൊസിഷൻസുകൾ അവിടെ വരുന്നുണ്ട്. ഈ 6ൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കൺസോണൻസിനെ വെക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിലുള്ള കൺസോണൻസ് എന്ന് പറയുന്നത് എത്രണ്ണേ ഉള്ളൂ? ആകെ 3 ഉള്ളൂ. അപ്പോൾ 6 പൊസിഷൻ ഉണ്ട്, 3 എണ്ണമാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എത്ര രീതിയിൽ ചെയ്യാം? 6p3 വേസിൽ എന്ത് ചെയ്യാം? അതിനെ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 കൺസോണൻസുകൾ ഒരുമിച്ചു നിൽക്കാത്ത അറേഞ്ച്മെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6p3 into 5 factorial is equal to 14,400. അടുത്ത ചോദ്യത്തിൽ എന്താണ് കണ്ടെത്താനുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ് ഹാസ് 5 vowels and 21 consonants. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 5 vowelsഉം 21 കൺസണൻസും ഉണ്ട്. ഹൗ മെനി 4 letter words? എത്ര 4 letter words ക്രിയേറ്റ് ചെയ്യാം? വിത്ത് 2 different vowels and 2 different consonants. 2 vowelsഉം 2 കൺസോണൻസും അടങ്ങുന്ന എത്ര 4 letter വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത്, നമ്മൾക്ക് ആകെ 5 vowels ഉണ്ട്, 21 കൺസോണൻസ് ഉണ്ട്. 5 vowelsൽ ഒരേ സമയം നമുക്ക് 2 vowel മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അത് എത്ര രീതിയിൽ ചെയ്യാം? 5c2 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 vowelsൽ നിന്നും 2 vowelsനെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അതേപോലെ 21 കൺസോണൻസ് ഉണ്ട്. നമുക്ക് എത്ര കൺസോണൻസ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ? ഇവിടെ ഇങ്ങനെ 2 വ്യത്യസ്തമായ കൺസോണൻസുകളാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ 21 കൺസോണൻസിൽ നിന്നും 2 എണ്ണം ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് 21c2 വേസിൽ എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. നമുക്ക് അറ്റ് എ ടൈമിൽ എത്ര ലെറ്ററുകൾ വരണം? 4 letter വേർഡ്സുകളല്ലേ കണ്ടെത്താനുള്ളത്. ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ 2 വവ്വൽ വന്നു കഴിഞ്ഞു, ഇവിടെ ഇങ്ങനെ 2 കൺസോണന്റ് വന്നു കഴിഞ്ഞു. മൊത്തത്തിൽ നമുക്ക് 4 letter വേർഡ്സുകളാണ് വേണ്ടത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഓരോ കേസുകളും എന്തായിരിക്കും? 4 letter വേർഡ്സുകളായിരിക്കും. ആ 4 letter വേർഡിൽ 2 വവ്വലും ഉണ്ടാവും, 2 കൺസോണന്റും ഉണ്ടാവും. ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഏത് കോമ്പിനേഷൻ നമ്മൾ എടുത്താലും 4 letter വേർഡാണ് കിട്ടുക. അതിനെ നമുക്ക് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം അതുകൂടി നമ്മളതിൽ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 4 ലെറ്ററുകളാണ് വരിക, അതിൽ 2 വവ്വലും ഉണ്ടാവും, 2 കൺസോണന്റും ഉണ്ടാവും. ഇവിടെ 2 വവ്വൽ അടുപ്പിച്ച് വരണമെന്നോ 2 കൺസോണൻസ് അടുപ്പിച്ച് വരണമെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ 4 ലെറ്ററുകൾ വരുന്ന ഒരു കാര്യത്തിനെ നമുക്ക് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 4 ഫാക്ടോറിയൽ ബേസിൽ എന്ത് ചെയ്യാം? പെർമ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ കോമ്പിനേഷനിൽ വരുന്ന എല്ലാ കേസുകളെയും എന്ത് ചെയ്യാം? നമുക്ക് 4 ഫാക്ടോറിയൽ ബേസിൽ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എത്ര 4 letter വേർഡ്സുകൾ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന തരത്തിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ്
4 letter words equal to 5c2 into 21c2 into 4 factorial 15,400. അടുത്ത ചോദ്യം നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി വാല്യൂസ് ഓഫ് ആർ, ആറിൻ്റെ എത്ര വാല്യൂസുകളിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCA equal to NCB ആണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് n എന്ന് പറയുന്നത് a plus b തുല്യമാണ്. NCA equal to NCB ആണെങ്കിൽ n കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എയും ബിയും തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ആറിന്റെ വാല്യൂ എന്ന് പറയുന്ന കാര്യം കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കാര്യം നോക്കുന്നത്, നിങ്ങൾ സഫിക്സിൽ കിടക്കുന്ന എയും ബിയും തമ്മിൽ ആഡ് ചെയ്താൽ എന്തിനു തുല്യമായിരിക്കും, എന്നിന് തുല്യമായിരിക്കും. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് പറയാം, സഫിക്സിൽ കിടക്കുന്ന r plus 2 plus 2r minus 1 equal to 22. അതായത് r plus 2 plus 2r minus 1 equal to 22. ബ്രാക്കറ്റിംഗ് കേസുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ r ഉണ്ട്, ഇവിടെ 2r ഉണ്ട്. ആഡ് ചെയ്യുന്ന സമയത്ത് 3r plus 1 equal to 22. 3r equal to 22 minus 1 which is equal to 21. r is equal to 21 by 3. ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യം വേറെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് വരാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NC7 equal to NC8 then n is equal to dash. അപ്പോൾ n എന്ന് പറയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്താൽ മതി, 7 plus 8 എത്ര എഴുതിയാൽ മതി, 15 എന്ന് പറയുന്ന ആൻസർ എഴുതിയാൽ മതി. ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. NCA equal to NCB ആണെങ്കിൽ n എന്ന് പറയുന്നത് a plus b ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, 7 plus 8 എന്ന് പറഞ്ഞാൽ 15 ആണ് എന്തിന്റെ വാല്യൂ വരിക, n-ന്റെ വാല്യൂ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഈച്ച് ഓഫ് 3 vowels and 2 consonants can be formed from the letters of the word involute. Involute എന്ന് പറയുന്ന ഒരു വേർഡ്, അതിലെ വവൽസുകളും ഉണ്ട്, കൺസണൻസുകളും ഉണ്ട്. അതിലെ 3 വവൽസുകളും 2 കൺസണൻസുകളും ഉപയോഗിച്ചു കൊണ്ടുള്ള മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ വേർഡ്സുകളുടെ എണ്ണമാണ് നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇതിൽ മൊത്തം എത്ര ഒബ്ജക്റ്റ് ഉണ്ട് നോക്കുക. n is equal to 2, 4, 6, 8 ഒബ്ജക്റ്റ് ഉണ്ട്. വവൽസ് എന്ന് പറയുന്നത് വവൽസ് ആ ഏതൊക്കെ വവൽസുകളാണെങ്കിൽ കാണുന്നത് ഐ എന്ന് പറയുന്ന, ഓ എന്ന് പറയുന്ന വവലുണ്ട്, യു എന്ന് പറയുന്ന വവലുണ്ട്, ഇ എന്ന് പറയുന്ന വവലുണ്ട്. കൺസോണൻസ് എന്ന് പറയുന്നത് കൺസോണൻസ് ആർ, എൻ എന്ന് പറയുന്ന കൺസോണന്റ് ഉണ്ട്, ബി എന്ന് പറയുന്നതുണ്ട്, എൽ എന്ന് പറയുന്നതുണ്ട്, ടി എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 വവൽസും ഉണ്ട്, 4 കൺസോണൻസും ഉണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിക്കാം, നമുക്ക് 3 വവൽസ് മാത്രമാണ് അറ്റ് എ ടൈമിൽ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 4 വവൽസിൽ നിന്നും 3 വവൽസുകൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് 4C3 ബേസിൽ സെലക്ട് ചെയ്യാം. അതുപോലെ 4 കൺസണൻസുകളാണുള്ളത്, അതിൽ നിന്നും 2 കൺസണൻസുകൾ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് 4C2 ബേസിൽ നമുക്ക് ചൂസ് ചെയ്യാം. രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന വേർഡ്സുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, 4C3 into 4C2 ബേസിലായിരിക്കും. ഇതിലെ ഓരോ കേസുകളും നിങ്ങൾ എടുത്ത് നോക്കുക, അതിലൊക്കെ 5 ലെറ്റേഴ്സുകൾ ഉണ്ടായിരിക്കും. ഈ 5 ലെറ്ററിൽ 3 എണ്ണം വവ്വലായിരിക്കും, 2 എണ്ണം എന്തായിരിക്കും, കൺസോണന്റ് ആയിരിക്കും. ഇത് ഒരുമിച്ച് നിൽക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഷഫിൾ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് വരാം, വേർഡുകൾ കയറി വരാം. അപ്പോൾ ഇത് ഷഫിൾ ചെയ്യുന്ന രീതിയിൽ കൂടി വരുന്ന കാര്യം നമ്മൾ ആലോചിച്ചാൽ അവിടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഓരോ കോമ്പിനേഷനിലും 5 ലെറ്ററുകൾ വരും. ആ 5 ലെറ്ററുകളെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം, 5 ഫാക്ടോറിയൽ ബേസിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ പെർമ്യൂട്ട് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ 3 വവൽസും 2 കൺസണൻസും നിലനിൽക്കുന്ന രീതിയിലുള്ള വേർഡ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4C3 into 4C2 into 5 ഫാക്ടോറിയൽ.
which is equal to 2880. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ഇവിടെ നമുക്ക് കണ്ടെത്തുവാനുള്ളത് find the number of words with or without a meaning which can be made by using all the letters of the word Ganga. ഗംഗ എന്ന് പറയുന്ന ഒരു വേർഡ് അതിലെ ലെറ്ററുകളെ അറേഞ്ച് ചെയ്തുകൊണ്ട് എത്ര വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ആ വേർഡ്സുകൾ മീനിങ് ഉള്ളതാവാം, മീനിങ് ഇല്ലാത്തതാവാം. എത്ര രീതിയിൽ നമുക്ക് വേർഡ്സുകൾ കണ്ടെത്താൻ പറ്റും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് ദീസ് വേർഡ്സ് ആർ റിട്ടൺ ആസ് ഇൻ ഡിക്ഷണറി, ഇതേ കാര്യങ്ങളെ തന്നെ നമ്മൾ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ 26th വേർഡ്, 26ാമത്തെ പൊസിഷനിൽ കിടക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ആ വേർഡ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആ വേർഡിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ഒബ്ജക്റ്റുകൾക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ n എന്ന് പറയുന്ന കാര്യം 2, 4, 5 ആകെ 5 ലെറ്ററുകളാണ് അതിൽ വരുന്നത്. അതിൽ ഏതൊക്കെ ലെറ്ററുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. G എന്ന് പറയുന്നത് 2 തവണ, A എന്ന് പറയുന്നത് 2 തവണ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ which is equal to 30. അതായത് ഈ പറഞ്ഞ വേർഡിലെ ലെറ്ററുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ എത്ര വേർഡ്സുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും? നമുക്ക് 30 വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന വേർഡിലെ ലെറ്ററുകളെ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തു പോകുമ്പോൾ ആകെ കിട്ടുന്നത് 30 വേർഡ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിലെ 26th പൊസിഷനിൽ കിടക്കുന്ന വേർഡ് എന്താണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം എവിടെ നിന്നായിരിക്കും? എ എന്ന് പറയുന്ന ലെറ്റർ നിന്നായിരിക്കും. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ ഈക്വൽ. ആലോചിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എ എന്ന് പറയുന്ന കാര്യത്തെ ഫിക്സ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് 4 വേക്കന്റ് പ്ലേസുകളാണ് വരുന്നത്. ഈ 4 വേക്കന്റ് പ്ലേസുകൾ എത്ര രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാം? 4 ഫാക്ടോറിയൽ വേസിൽ ഫില്ല് ചെയ്യാം. പക്ഷേ ആ 4 ഫാക്ടോറിയൽ വേസ് ഫില്ല് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് ഒരെണ്ണമാണ് സ്റ്റാർട്ടിങ്ങിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി നിൽക്കുന്നതിൽ 2 ജികൾ ഉണ്ടായിരിക്കും. 2 ജികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 ബോക്സുകളും ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വേസിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ which is equal to number of words start with a എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞാൽ പിന്നെ ഡിക്ഷണറി ഓർഡറിൽ വരുന്നത് ഈ പറയുന്ന വേർഡിൽ ഏതാണ് വരുന്നത്? അടുത്തത് ജി ആണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ജി, ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോഴും ഇവിടെ എങ്ങനെ ജി എന്ന് പറയുന്നത് വരും. ബാക്കിയുള്ള 4 വേക്കന്റ് പ്ലേസുകൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? തൊട്ടുമുകളിൽ പറഞ്ഞ പോലെ തന്നെ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ബേസിൽ ചെയ്യാം. കാരണം ഇവിടെ എന്ത് വരുന്നുണ്ട്? 2 എകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2 ഫാക്ടോറിയൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ which is equal to 12. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, 12 + 12 24 വേർഡ് എന്ന് പറയുന്ന ആശയം ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. 25th വേർഡ് എന്ന് പറയുന്നത് 25th വേർഡ് ഈസ് ജിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് വരുന്ന ഏതാണ്? എൻ എന്ന് പറയുന്ന കാര്യമാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ ഏതാ വരിക? എൻ എന്ന് പറയുന്ന കാര്യമാണ് വരിക. അടുത്ത ബോക്സിൽ എ ആണ് വരിക. അടുത്ത ബോക്സിലും എ തന്നെയാണ് വരിക. അടുത്ത ബോക്സിൽ ജി എന്ന് പറയുന്ന കാര്യമാണ് വരിക. അടുത്ത ബോക്സിൽ ജി എന്ന് പറഞ്ഞ കാര്യമാണ് വരിക. ഇത് 25th വേർഡാണ്. നമ്മുടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 26th വേർഡാണ് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 26th വേർഡ് എന്ന് പറയുന്ന കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ therefore 26th word is n എന്ന് പറയുന്നത് അതുപോലെ എഴുതി, a എന്ന് പറയുന്നത് അതുപോലെ എഴുതി. അടുത്ത എയും ജിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന വേർഡ് എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ് വരിക? മീനിങ് ഇല്ലാത്തൊരു വേർഡാണത്. എൻ എ ജി എന്ന് പറയുന്നതിലാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വേർഡാണ് 26th വേർഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. വേർഡ് എഴുതുമ്പോൾ നമ്മൾ വേക്കന്റ് പ്ലേസിന്റെ ബോക്സ് കൊടുക്കാറില്ല, അല്ലാതെയാണ് നമ്മൾ എഴുതാറുള്ളത്.
26th word is NAGAG. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. അതർ എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്ററുകൾ എന്ന് പറയുന്നത് ഡിക്ഷണറി ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അറേഞ്ച് ചെയ്യാണ്. അറേഞ്ച് ചെയ്യുമ്പോൾ ഫാദർ എന്ന് പറയുന്ന വേർഡ് ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ് നമുക്ക് ഒക്കെയർ ചെയ്യുക. അത് ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ ഏത് റാങ്കിലാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് പൊസിഷനാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വേർഡ്സുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലായിരിക്കും, എ എന്ന് പറഞ്ഞ ലെറ്ററിലായിരിക്കും. അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സുകൾ ഉണ്ട് എന്നുള്ളത് നോക്കുക. അടുത്തത് എ കഴിഞ്ഞാൽ അടുത്തത് ഈ വേർഡിൽ ഏതാണ് വരുന്നത്, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഉണ്ട് നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എന്ത് വരും, ഫാദർ എന്ന് പറഞ്ഞ കാര്യം വരും. അത് ഏതാണ് പൊസിഷൻ എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ. നമ്മൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര നമ്പേഴ്സ് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. ഫാദർ എന്ന് പറയുന്നതിലെ എല്ലാ ലെറ്ററുകളും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആണ്. ഇതിൽ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ എ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, ടോട്ടലായിട്ട് അതിൽ 6 ലെറ്റേഴ്സുകളാണുള്ളത്. അതിൽ എ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, 5 ലെറ്റേഴ്സ് ഉണ്ട്. അത് എത്ര രീതിയിൽ കൺവേർട്ട് ചെയ്യാം, 5 ഫാക്ടോറിയൽ വേസിൽ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് കിട്ടും, 5 ഫാക്ടോറിയൽ അഥവാ 120 വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് എ കഴിഞ്ഞാൽ പിന്നെ ഡിക്ഷണറി ഓർഡറുള്ള അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ കയറി വരുന്നത് എന്താണ്, എ കഴിഞ്ഞാൽ ബി ഇല്ല, സി ഇല്ല, ഡി ഇല്ല, പിന്നെ വരുന്ന ഏതാണ്, ഇ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ഇ. ഒട്ടുമോളിൽ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വരിക. ഈ ഫസ്റ്റ് പ്ലേസിൽ ഫിക്സ് ചെയ്താൽ ബാക്കി 5 ബോക്സുകൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. ആ 5 ബോക്സുകളെയും നമുക്ക് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം, 5 ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകളുടെ എണ്ണം 5 ഫാക്ടോറിയൽ is equal to 120. ഇനി നമ്മൾ എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കേസാണ്. കാരണം എന്താ, ഡിക്ഷണറി ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ഇ വരെ എത്തിക്കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നാണ്, എഫിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് എഫ് നമ്മൾ ഫിക്സ് ചെയ്തു. സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഡിക്ഷണറി ഓർഡർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, എ ആണ് വരേണ്ടത്. ഇനി നമുക്ക് 4 പ്ലേസുകൾ കൂടി ഫില്ല് ചെയ്യാനുണ്ട്. എഫ് എ കഴിഞ്ഞാൽ പിന്നെ ഡിക്ഷണറി ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് കയറി വരുന്ന ഏതാണ്, ഇ എന്ന് പറയുന്ന കാര്യമാണ് വരും. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഫാദർ എന്ന് പറയുന്നതിൻ്റെ റാങ്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഫ് എ കഴിഞ്ഞാൽ പിന്നെ ടി വരണം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, ഇ ആണ്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇതേ രീതിയിൽ എത്ര അറേഞ്ച്മെന്റുകൾ നടത്താം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ ഇനി 3 ബോക്സുകൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം, 3 ഫാക്ടോറിയൽ വേസിൽ ഫില്ല് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ 6 വേർഡ്സുകൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടെത്താൻ വേണ്ടി പറ്റും. എഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ, എ എന്ന് പറയുന്നത് നെക്സ്റ്റ് പൊസിഷൻ, ഇ എന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ ഡിക്ഷണറി ഓർഡറിലേക്ക് പോകുമ്പോൾ ഏതാണ് വരുന്നത്, എച്ച് എന്ന് പറഞ്ഞ കാര്യമാണ് വരുന്നത്. എച്ച് വീണ്ടും 3 വാക്കന്റ് പ്ലേസുകൾ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. എച്ച് വരുമ്പോഴും ഇതെന്തായില്ല, ഫാദർ എന്ന് പറയുന്ന വേർഡിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇത് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം, അതായത് 3 ഫാക്ടോറിയൽ വേസിൽ പറ്റും. 6 വേർഡ്സുകൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇ ആയി, എച്ച് ആയി. ഇനി തൊട്ടടുത്ത് ഏതാ വരിക, ആർ എന്ന് പറയുന്ന കാര്യമാണ് വരിക. അപ്പൊ നമ്മൾക്ക് അടുത്ത കേസ് നമ്മൾ പറയുമ്പോൾ എഫ് എന്ന് പറയുന്ന കാര്യമായി, എ എന്ന് പറയുന്ന കാര്യമായി, ആർ എന്ന് പറയുന്ന കാര്യമാണ് അടുത്തത് വരുന്നത്. അപ്പോഴും 3 പ്ലേസുകൾ നമുക്ക് എന്ത് ചെയ്യാണ്ടാവും, വീണ്ടും ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. ഈ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം, 3 ഫാക്ടോറിയൽ വേസിൽ ചെയ്യാം. അപ്പോഴും ആൻസർ എന്ത് വരും, 6 വേർഡ്സുകൾ എന്ന് പറയുന്ന ആശയം കിട്ടും. അടുത്തതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എഫ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തു, എ എന്ന് പറയുന്ന കാര്യം ഫിക്സ് ചെയ്തു. ഡിക്ഷണറി ഓർഡറിലേക്ക് വരുമ്പോൾ അടുത്ത ഏതാ വരുള്ളൂ, ടി എ വരുള്ളൂ. അടുത്ത ടി ആണ് വരുന്നത് എങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി വരുന്നത് ഏതാണ്, ഇ ആണ് പിന്നെ തൊട്ടടുത്തായിട്ട് വരിക. അപ്പോഴും നമുക്ക് 2 ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്. ഈ 2 ബോക്സ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം, 2 ഫാക്ടോറിയൽ വേസിൽ ചെയ്യാം. അതായത് 2 വേർഡ്സ് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒന്നും എന്തായിട്ടില്ല, ഫാദർ എന്ന് പറഞ്ഞ വേർഡിലേക്ക് എത്തിയിട്ടില്ല. നെക്സ്റ്റ് കേസിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് പ്ലേസിൽ എഫ് വരും,
നെക്സ്റ്റ് എ എന്ന് പറയുന്ന കാര്യം വരും, അടുത്തത് ടി വരും. ഡിക്ഷണറി ഓർഡർ വരുമ്പോൾ അടുത്ത ഏതാണ് വരിക? എച്ച് എന്ന് പറയുന്ന കാര്യമാണ്. എച്ച് ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തത് ബി ആയിരിക്കണം, ലാസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ആയിരിക്കണം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ഫാദർ എന്ന് പറയുന്ന വേർഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്ന കാര്യം കൗണ്ട് ചെയ്യുന്നത് 120 + 120 240, 240 + 6 246, 252, 258, 260, 261th പൊസിഷനിലാണ് എന്ത് നിൽക്കുന്നത്? ഫാദർ എന്ന് പറഞ്ഞ വേർഡ് നിലനിൽക്കുന്നത്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ ചെയ്തു പഠിച്ചാൽ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ് വെയിറ്റേജ്. അതിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും.